ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗംഗാധരൻ പറയും അലീനയ്ക്ക് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് തന്നെയാണ് അവൾ ഇങ്ങോട്ട് വന്നത്. വൈജ അവളുടെ അമ്മയാണെന്നൊക്കെ അറിയാം. അതേപോലെ തന്നെ നമ്മുടെ അച്ഛനും അറിയായിരുന്നു. അതുകൊണ്ടാണ് അവളെ കഴക്കൂട്ടത്ത് നിന്ന് ഇവിടെ എത്തിച്ചത് എന്ന് പറയുമ്പോൾ ഇവരാകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, സ്വന്തം പെങ്ങളുടെ മകൾക്കെതിരെയാണ് നിങ്ങൾ ഈ ക്രൂരതയൊക്കെ കാണിച്ചതെന്ന്. സ്വന്തം മകൾക്കെതിരെയാണ് വൈജ ഈ സന്നാഹങ്ങളൊക്കെ കൂട്ടിയിട്ട് പടയൊരുക്കിയതെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനിയെങ്കിലും പറ, അലീന എവിടെയാണെന്ന്. അവളെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ശിവ അങ്ങനെ തലയ്ക്ക് കൈ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ രാജീവനോട് പോയി ചോദിക്കുക, അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അയാൾ സഹിക്കില്ല, കുടുംബം മൊത്തത്തിൽ നശിപ്പിച്ചു കളയും എന്ന് പറയുമ്പോൾ അപ്പോൾ രാജീവൻ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങേട്ടാ ഒരബദ്ധം പറ്റിപ്പോയെന്ന്. അപ്പോൾ ഗംഗനാകെ ഞെട്ടിപ്പോവാണ്. അതിനുശേഷം കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് സുലോചനയോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ സുലോചനയ്ക്ക് ആകെ പേടിയുണ്ട് കേട്ടോ. അപ്പോൾ പറയും പേടിക്കണ്ട, കൂടെ ഒരു സിസ്റ്ററും ഉണ്ട്. അപ്പോൾ ആദ്യം സിസ്റ്ററിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അലീന പോകുമ്പോൾ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നത് നിങ്ങളല്ലേ? അലീന പോകുമ്പോൾ എവിടേക്കാണ് പോകുന്നതെന്നോ എങ്ങോട്ടാ എന്നൊക്കെ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. എപ്പോഴാണ് ഇവിടുന്ന് ഇറങ്ങിയെന്ന് ചോദിക്കുമ്പോൾ ഒരു 6:45 ആയിട്ടുണ്ടാവും എന്ന് പറയും. അതേപോലെ തന്നെ സുലോചനയോട് ചോദിക്കുന്നുണ്ട്, എവിടേക്കാണെന്നോ മറ്റോ പറഞ്ഞിരുന്നോ, നിങ്ങളല്ലേ അടുത്ത ബൈസ്റ്റാൻഡറായിട്ട് നിന്നതെന്ന് ചോദിക്കുമ്പോൾ അതെ, പക്ഷേ ആ കുട്ടി മറ്റെവിടേക്കും പോകാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്കെങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോഴേക്കും ഗോവർദ്ധൻ അങ്ങ് എത്താണ്. അപ്പോൾ ഗോവർദ്ധൻ, നിങ്ങളെന്താ ഇവിടെ ഈ നേരത്തെ എന്ന് ചോദിക്കുമ്പോൾ ഇതെൻ്റെ വൈഫാണെന്ന് പറയണേ. അലീനയെ ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകാമെന്ന് നിങ്ങളല്ലേ പറഞ്ഞിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും ഞാൻ വൈകി വരാൻ എന്ന് പറയൂട്ടോ. ആ സമയത്ത് നിങ്ങൾ എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ശിവേട്ടൻ എന്നെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു വരുത്തി. എന്തിനെന്ന് ചോദിക്കുമ്പോൾ വൈജേച്ചിയുടെ സഹായത്തിന് ഒരു പൈസ തരാമെന്ന് പറഞ്ഞു, അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാന്ന് പറയൂട്ടോ. അപ്പോൾ ഏത് ഹോട്ടലിലാണ് അവർ എന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കും, തനിക്ക് ആരെങ്കിലും സംശയമുണ്ടോ, വല്ല ഓട്ടോക്കാരെയോ മറ്റോ എന്ന് ചോദിക്കുമ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിയിട്ടില്ല അലീന, ഞാനത് പോയി അന്വേഷിച്ചിരുന്നു. എൻ്റെ സംശയം ശിവേട്ടൻ എന്നെ വിളിച്ച സമയത്തിലാണെന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട് കേട്ടോ, അയാൾ പണം തരാനാണ് വിളിച്ചതെന്ന് താൻ പറഞ്ഞല്ലോ, പിന്നെ അതിൽ സംശയിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന്. അപ്പൊ തന്നെ ഗോവർദ്ധൻ പറയുന്നുണ്ട് കേട്ടോ, അപ്പോൾ ശിവേട്ടൻ എന്നെ വിളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ അലീനയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുമായിരുന്നു. പക്ഷെ ആ കറക്റ്റ് സമയത്താ ശിവേട്ടൻ വിളിച്ചേ, അതിൽ എനിക്കെന്തോ സംശയം തോന്നി എന്ന് പറയുമ്പോൾ ആ പോലീസുകാരൻ പറയുന്നുണ്ട്, അതിലെന്തോന്നടോ സംശയിക്കാം, അയാൾ പണവും തന്നല്ലോ. അപ്പം തന്നെ നമ്മുടെ ഗോവർദ്ധന് മനസ്സിലായിട്ടോ ഇത് ശിവന്റെ കളി തന്നെയാണെന്നുള്ള കാര്യം. അപ്പോൾ ചെന്നിട്ട് പറയുന്നുണ്ട്, ഓ മനസ്സിലായി സാറേ, തനിക്ക് എന്തോന്ന് മനസ്സിലായെന്നാ? അല്ല, ശിവേട്ടൻ വിളിപ്പിച്ചത് പണം തരാനാണെന്ന് എന്ന് പറയുമ്പോൾ അയാൾ സുലോചനയുടെ അടുത്ത് പോയിട്ട് നിങ്ങളെ പിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രനും കൃഷ്ണമോളും കൂടെ ഭയങ്കര ടെൻഷനിലാണ് വീട്ടിൽ തിരിച്ചെത്തുന്നത്. അപ്പോൾ വീട്ടിലേക്ക് കയറിയതിന് ശേഷം ആകെപ്പാടെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് നമ്മുടെ കൃഷ്ണമോള് ചോദിക്കും, അലീനേച്ചിക്ക് എന്ത് പറ്റിയതായിരിക്കും അച്ഛാ എന്ന് ചോദിക്കുമ്പോൾ കൈ മലർത്തി കാണിക്കാട്ടോ. അലീനേച്ചിയെ തട്ടിക്കൊണ്ടുപോയതാണല്ലേ, അലീനേച്ചിയെ അവർ ഉപദ്രവിക്കും അച്ഛാ. അറിഞ്ഞൂടെ മോളെ, ശിവനങ്കളും രാജീവങ്കളും ചേർന്നിട്ടാണോ ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ അവരെ മാത്രം സംശയിക്കാൻ നമുക്ക് തെളിവൊന്നുമില്ലല്ലോ എന്ന് പറയാണ്. അവളെന്തായാലും ഗോവർദ്ധൻ എത്തിയില്ലെങ്കിൽ ഓട്ടോ പിടിച്ച് വരാമെന്ന് എന്നോട് പറഞ്ഞതല്ലേ, എന്തായാലും അവൾ വരുന്നതിനിടയിൽ ഒരു തെളിവും അവശേഷിക്കാതെ അവളെ അങ്ങ് പിടിച്ചോണ്ട് പോയല്ലോ മോളെ എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രന് ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പൊ അത് മനു ആയിരിക്കും. ആ മനു എന്താന്ന് ചോദിക്കുമ്പോൾ അങ്കിളെവിടെയാ, വല്ല ക്ലൂവും കിട്ടിയോ അലീനയെ കുറിച്ചെന്ന് ചോദിക്കാണ്. ഒരു ക്ലൂവും കിട്ടിയില്ല, കൊണ്ടുപോയവർ തന്നെ തിരിച്ചു വരട്ടെ എന്ന് പറയുമ്പോൾ കിഡ്നാപ്പ് ചെയ്ത് തന്നെ അതെനിക്ക് ഉറപ്പാന്ന് മനു പറയുമ്പോൾ നിന്റെ അച്ഛനും കൊച്ചച്ഛനും ഏതൊക്കെയോ ഊച്ചാളി രാഷ്ട്രീയക്കാരെ വിളിച്ച് കളിക്കുക, എല്ലാത്തിനെയും അഴി എണ്ണിക്കും ഞാൻ എന്നൊക്കെ പറയുമ്പോൾ മനു പറയുന്നുണ്ട്, പിടിക്കപ്പെടും എന്നറിഞ്ഞിട്ടും കളി എന്തിനാ കളിക്കുന്നവർ, ഞാൻ ഒന്നുകൂടെ ഒന്ന് അന്വേഷിക്കട്ടെ അങ്കിൾ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഫോൺ കട്ട് ചെയ്യാണ്. അതിനുശേഷം നമ്മുടെ കൃഷ്ണമോള് കിടക്കാൻ പോവാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ അവിടെ തന്നെ ഇരിക്കുകയാണേ. മോള് പോയി കിടന്നോ? വേണ്ടച്ചാ, അച്ഛൻ ഭയങ്കര ടെൻഷനിലല്ലേ, ഞാനും ഇവിടെ ഇരിക്കാന്ന് പറയാണ്. പിന്നീട് കാണിക്കുന്ന മനു ചെന്ന ഒരു കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ നല്ല ഉറക്കത്തിലായിരിക്കും. അപ്പോൾ ഞാൻ ഗേറ്റിനടുത്തുണ്ടെന്ന് പറയുമ്പോൾ അയാൾ വരുന്നുണ്ട് കേട്ടോ. എന്താടാ മനു ഈ രാത്രിയിൽ എന്ന് ചോദിക്കുമ്പോൾ അലീന എങ്ങോട്ടേക്ക് വന്നോന്ന് ചോദിക്കും.
അപ്പോൾ അയാൾ പറയും ലീന ഇവിടേക്ക് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ വന്നില്ലല്ലേ, ഞാൻ ഗേറ്റ് തുറക്കാടാ, ഇവിടെ എല്ലാവരും ഉറങ്ങാന്ന് പറയുമ്പോൾ ഗേറ്റ് തുറക്കണ്ട, ഞാൻ പോയേക്കുവാ എന്ന് പറയട്ടെ മനു. പിന്നെ മറ്റൊരാളോട് പോയി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയും എനിക്കറിയത്തില്ല, ഞാൻ ഇതിനൊന്നും കൂട്ടം നിൽക്കത്തില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ അന്ന് കടപ്പാട്ടൂർ വന്നിട്ട് വഴക്കുണ്ടാക്കുന്നതിൽ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ അത് കുടുംബ പ്രശ്നമല്ലേ, ഇത് കിഡ്നാപ്പിംഗ് അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അയാൾ. കുന്തം പോയാൽ കുടത്തിലും തപ്പണല്ലോ എന്ന് കരുതിയിട്ടാണ് വന്നത്, അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ പിന്നെ ഞാൻ പോയേക്കാന്ന് പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇപ്പോൾ ഈ രാത്രിയിൽ എങ്ങോട്ടാ, 12 മണി കഴിഞ്ഞു മനു, അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് മനു അങ്ങ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാധരനും രാജീവനും ശിവനും കൂടി ബാലേന്ദ്രന്റെ വീട്ടിലേക്ക് വരുവാണ്. അപ്പോൾ ഗംഗം പറയുന്നുണ്ട് കേട്ടോ ഞാൻ പോയി സംസാരിക്കുക, നിങ്ങൾ സംസാരിക്കണ്ട എന്ന്. എന്നിട്ട് വീട്ടിലേക്ക് കോളിംഗ് ബെല്ലടിക്കുന്ന സമയത്ത് കൃഷ്ണയായിരിക്കും അതിൽ തുറന്നു കൊടുക്കുക. കൃഷ്ണ വരെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തോടെ അങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഗംഗാധരൻ ഉള്ളിലേക്ക് വരാൻ വേണ്ടി നിൽക്കുമ്പോൾ കൈവച്ച് തടയാണ് കേട്ടോ. നിങ്ങളൊക്കെ ഇത് എങ്ങോട്ടാ, അതും ഈ പാതിരാത്രി കഴിഞ്ഞ നേരത്ത്? ഇപ്പം അച്ഛൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല, അച്ഛൻ ഭയങ്കര ടയേർഡാ എന്ന് പറയുമ്പോൾ മോളെ ഞങ്ങൾ ബാലേന്ദ്രനായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാ എന്ന് പറയും. ഇപ്പൊ പറ്റത്തില്ല, നിങ്ങൾ പോയിട്ട് നാളെ വാ, നിങ്ങളൊക്കെ ചീത്ത ആൾക്കാരാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയും ഞങ്ങളൊന്നും അടി ഉണ്ടാക്കാൻ വന്നവരല്ല മോളെ, നിനക്ക് ഞങ്ങളെയൊക്കെ എത്ര കാലമായിട്ട് അറിയാം, ഇപ്പോൾ ഞങ്ങൾ ചീത്ത ആൾക്കാരാന്ന് പറയുമ്പോൾ അതിൽ കുറച്ച് സങ്കടം ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ അവിടെ നിന്ന് ആരാ മോളെ എന്ന് ചോദിച്ചിട്ട് വിളിക്കുക കേട്ടോ. കൊല്ലപ്പള്ളിയിൽ നിന്ന് അങ്കിൾ മാരാച്ച എന്നങ്ങ് പറയുമ്പോൾ ബാലേന്ദ്രൻ ഇങ്ങ് ഇറങ്ങി വരുക. ആ ഗംഗേട്ടനോ, നിങ്ങളെപ്പോ വന്നു എന്ന് ചോദിച്ചിട്ട് താഴോട്ട് ഇറങ്ങി വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ കൃഷ്ണ വന്നിട്ട്, അച്ഛാ ഇവരൊക്കെ കൂടി എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? കേട്ടില്ല ഗംഗേട്ട, കൊല്ലപ്പള്ളിയിലെ അങ്കിളുമാരെ എന്റെ മോൾക്ക് വീട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ട് പേടിയാ എന്നങ്ങ് പറയുമ്പോൾ ഗംഗാധരൻ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയും ഞങ്ങളെ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാ, ഇത് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന്, എനിക്ക് അലീന എവിടെയാണെന്ന് അറിഞ്ഞാൽ മതി എന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ട് കേട്ടോ അലീന ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന്. അപ്പോൾ തന്നെ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ വന്ന് ചോദിച്ചപ്പോൾ താൻ എന്ത് കോപ്പിലെ വർത്താനാടോ പറഞ്ഞത്, അലീനയെ നിങ്ങൾ പിടിച്ച് മടിക്കുത്തിയിൽ വെച്ചിരിക്കുകയാണോന്നല്ലേ എന്നോട് ചോദിച്ചേ എന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് അവരുടെ അഹങ്കാരത്തിനും അറിവില്ലായ്മയ്ക്കും വേണ്ടി ചെയ്തതാ, അവരോട് നീ അങ്ങ് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ക്ഷമിക്കാനോ, ഇവരോടോ? ഇവരുടെ കക്ഷത്ത് ഒരു രാഷ്ട്രീയക്കാരനോ SP ഉണ്ടെങ്കിൽ ഞാൻ അതിക്കും മുകളിൽ പോകും, കോടതി മുതൽ മജിസ്ട്രേറ്റ് വരെ ഞാൻ ഇവരെ ഇട്ട് വലിപ്പിക്കും, ഇവരെങ്ങനെയാ ഇവിടെ നിന്ന് പോകുന്നതെന്നൊന്ന് എനിക്ക് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയൂട്ടോ ഇവരുടെ കസ്റ്റഡിയിൽ ഉണ്ട് അലീന എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് നീ ഇവർക്കെതിരെ കൊടുത്തിട്ടുള്ള ആ ഒരു പരാതി പിൻവലിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ കാല് പിടിക്കുന്ന പോലെ പറയുന്നുണ്ട് ഗംഗാധര അല്ല ബാലേന്ദ്ര ഞങ്ങൾ അലീനയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞപ്പോഴേ നമ്മുടെ ബാലേന്ദ്രന് മനസ്സിലായിട്ടോ ഗംഗാധരൻ പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ള കാര്യം. അപ്പോൾ ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട് അലീന ആരാന്ന് നിങ്ങൾ ഇവരോട് പറഞ്ഞിട്ടുണ്ടോ എന്ന്. എനിക്ക് പറയേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ അവർ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയും എന്നിട്ട് ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഞാൻ ഇത്രയും കാലം സംരക്ഷിച്ചുകൊണ്ടിരുന്നത് ആരെയാണെന്ന് നിങ്ങൾക്കൊക്കെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായി ബാലേന്ദ്ര എന്ന് പറയണേ, ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുൻപ് വൈജ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണയെ ഇങ്ങനെ നോക്കുകയാണ്. എൻ്റെ മകൾ നിൽക്കുന്നു, അതുകൊണ്ട് ഞാൻ അതിൻ്റെ പച്ച മലയാളം പറയുന്നില്ല. എന്നിട്ട് ഈ പൂങ്ങളമാര് ഇവരുടെ റിലേറ്റീവ്സും ചേർന്ന് എന്തൊക്കെയാ ഈ നാട്ടിൽ പറഞ്ഞു നടന്നതെന്ന് അറിയോ, ഞാൻ അവളെ വെച്ചോണ്ടിരിക്കുക എൻ്റെ വെപ്പാട്ടി എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട് കേട്ടോ ഇവര് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളാന്ന് പറഞ്ഞില്ലേ, എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്തോളാം എന്ന് പറയൂട്ടോ. അപ്പോൾ തന്നെ ബാലേന്ദ്രൻ ഒരു നടപടി എടുക്കുകയാണ്. ബാലേന്ദ്രൻ പറയും ഒന്നാമത്തെ കണ്ടീഷൻ എൻ്റെ മോൾക്ക് ഒരു പോറൽ പോലും ഏൽപ്പിക്കരുത് എന്ന് പറയും. രണ്ടാമത്തെ കണ്ടീഷൻ നിങ്ങൾ അലീനയെ തട്ടിക്കൊണ്ടുപോയതിന് എത്ര ലക്ഷം രൂപ നൽകാമെന്നാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ 20 ലക്ഷം എന്ന് പറയും. എന്നാൽ പിന്നെ നിങ്ങൾ 3 പേരും കൂടെ ചേർന്ന് അവളുടെ അക്കൗണ്ടിൽ ഒരു 30 ലക്ഷം രൂപ ഇട്ടേക്ക് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖം ഒന്ന് മാറുന്നുണ്ട്. കൂടാതെ പറയും വൈജയോടും പറഞ്ഞേക്ക് ഒരു 10 ലക്ഷം അവളുടെ വകയും ഇട്ടോളെ, വല്ലാണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, വൈദ്യക്കൽ മാളിക വീട്ടിൽ വളരേണ്ട കൊച്ചിനെ ഒരു ഓർഫനേജ് തള്ളിയതിന് പരിഹാരമായിട്ട് അങ്ങ് കരുതിയാൽ മതി എന്ന് പറയട്ടോ ബാലേന്ദ്രൻ. അപ്പോൾ ശിവൻ പറയുന്നുണ്ട് കേട്ടോ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം, പക്ഷേ ഞങ്ങൾക്ക് ഒരു ഡിമാൻഡ് ഉണ്ട്, അത് നീ സമ്മതിച്ചു തരണം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ബാലേന്ദ്രനെ അങ്ങ് മനസ്സിലാവട്ടോ കാര്യം. ബാലേന്ദ്രൻ പറയും താൻ പറയാതെ തന്നെ എനിക്ക് മനസ്സിലായടോ, വൈജ അറിയരുത് ഇതൊന്നും എന്നല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ രാജീവൻ ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാം, പക്ഷേ
വൈജ ഇതൊന്നും അറിയരുത്, അത് ഞങ്ങളുടെ റിക്വസ്റ്റ് ആയിട്ട് കരുതണം. അവൾ ഇതറിഞ്ഞാൽ ഞങ്ങളായിട്ടുള്ള ബന്ധമൊക്കെ മുറിച്ചു കളയും. പോരാത്തതിന് അവളോട് പറഞ്ഞ 2 കള്ളങ്ങൾ പൊളിയും എന്ന് പറയുമ്പോൾ നമ്മുടെ ഗംഗാധരൻ പറയുന്നുണ്ട് കേട്ടോ. എനിക്കറിയാം അതെന്താന്ന്. ഒന്നാമത്തെ കള്ളം ആ കുഞ്ഞ് മരിച്ചോ എന്ന്. രണ്ടാമത്തെ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ജയിലിൽ കയറേണ്ടി വരും എന്ന് പറയുമ്പോൾ അത്രത്തോളം പോണ്ട എന്ന് പറയട്ടെ ഗംഗൻ. അവൾ ഇതറിഞ്ഞാൽ ഒന്നുകിൽ ഡിവേഴ്സിന് പോകും, അല്ലെങ്കിൽ അവൾ ചത്തുകളയും എന്ന് പറയുമ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയും അവൾ ഇതറിഞ്ഞാൽ അവളുടെ ഭർത്താവിൻ്റെ സ്ഥാനത്തിരിക്കാൻ ഞാനും ഉണ്ടാവത്തില്ല ഗംഗേട്ട എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് കേട്ടോ, അവളെ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളാം, എത്ര കോടി രൂപ വേണമെങ്കിലും ചെലവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ്. ബാലേന്ദ്രൻ പക്ഷേ അവളെ ഇവിടുന്ന് മാറ്റി താമസിക്കണം. ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് പണിയാം, അവൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാം, അവളെ കൈതക്കൽ മാളിക വീട്ടിലെ കുട്ടിയെ പോലെ തന്നെ കെട്ടിച്ചയക്കാം, എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാം. പക്ഷെ ഒരു ഡിമാൻഡ് മാത്രം, വൈജ ഇതൊന്നും അറിയരുത് എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ നമ്മുടെ ബാലേന്ദ്രൻ. അതോടെ ഇന്നത്തെ എപ്പിസോഡ് തരുന്നുണ്ട്. പിന്നീട് നാളെ കാണിക്കുന്നത് പോലീസുകാർ ബാലേന്ദ്രന്റെ അടുത്ത് എത്തുന്നു, എന്നിട്ട് ചോദിക്കും. അപ്പോൾ പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഇവിടെ എത്തിക്കണമെന്ന്. അങ്ങനെ ബാലേന്ദ്രൻ അളിയന്മാരെയും കൂട്ടിയിട്ട് ആ അലീനയെ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ അലീനയും കൂട്ടിയിട്ട് വരികയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. ബൈ.